ഹലോ ഹായ്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പം വീഡിയോയിൽ പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒലീവിയ എന്ന് പറഞ്ഞൊരു പേജ്, അതായത് ഒരു ബുട്ടീക്കാണ്, ഓൺലൈൻ ബുട്ടീക്കാണ് എനിക്കറിയുന്ന ഒലീവിയ. അപ്പം ഇന്ന് ഞാൻ ഒരുപാട് അതിനെ പറ്റിയിട്ട് നെഗറ്റീവ്സ് കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിൽ നിന്ന് 2 ടോപ്പ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ മാസത്തിൽ, അതായത് ജൂണിൽ ഓൺലൈനിൽ ബുട്ടിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ. ഫ്ലിപ്കാർട്ട്, മിന്ത്ര, മീഷോ, ആമസോൺ അങ്ങനെയുള്ള ഒരു ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുമെങ്കിലും ഞാൻ ഓൺലൈൻ ബുട്ടീക്കുകളിൽ നിന്ന് അധികം പർച്ചേസ് ചെയ്തിട്ടില്ല. ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മൾ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഇവർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. പിന്നെ ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നതായിട്ടാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനും എന്തായാലും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഇത് 2 പ്രാവശ്യമായിട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ പ്രാവശ്യം ചെയ്തതും രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തതുമായിട്ടുള്ളത് കേട്ടോ. അപ്പം രണ്ടും കൂടെ ഞാൻ മെർജ് ചെയ്തിട്ട് ഒരു വീഡിയോയിലാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എന്നൊക്കെ സാധാരണ എല്ലാവരും പറഞ്ഞ പോലെ ഞാനും പറയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്ലെയിനിൻ്റെ ഒരു സൗണ്ട് കേൾക്കുന്ന കാരണം വോയിസ് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. എനിക്ക് മൈക്കില്ല കേട്ടോ. ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക. കുറേ കഴിഞ്ഞ വീഡിയോയിലെ കുറേ കമൻറ്റുകളുണ്ടായിരുന്നു. എനിക്ക് കുറേ സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം കമൻറ്റിൻ്റെ പുറത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ നമ്മുടെ മിസ്റ്റേക്കുകളും അതായത് പോസിറ്റീവും നെഗറ്റീവും എല്ലാം പറയുന്നത് എനിക്ക് കുറേ സപ്പോർട്ടീവാണ് കേട്ടോ. അതായത് വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. മൈക്ക് എന്തായാലും വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മൈക്കൊക്കെ ആയിട്ട് പിന്നെ ലൈറ്റൊക്കെ നമ്മൾ ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എടുക്കുന്നതാണ്. ഫോണ് മാത്രമേ കുറച്ച് കുഴപ്പമില്ലാത്തതേ ഉള്ളൂ. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇതാണ് കേട്ടോ, ഇതെൻ്റെ രണ്ടാമത്തെ പർച്ചേസിൽ വന്നിട്ടുള്ള ടോപ്പാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവർക്ക് മീഡിയം സൈസ് വളരെ കുറവാണ് കേട്ടോ. അപ്പം പാക്കിംഗ് ഒക്കെ വന്നാൽ വളരെ എന്താ, എനിക്ക് അവർക്ക് കുറേ കുട്ടികളുണ്ട്, അതായത് പെൺകുട്ടികളുണ്ട്. നിങ്ങൾ ഇൻ്റർവ്യൂവിനെ പറ്റിയിട്ടൊക്കെയാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്നിട്ടുള്ളത് ഇവരുടെ. അപ്പം ഒലീവിയ ഡിസൈൻ അടൂർ ആണ് കേട്ടോ, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ. പിന്നെ അവരുടെ പിൻ നമ്പർ കൊടുത്തിട്ട്, പിന്നെ എൻ്റെ ഫോൺ നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. 22/6 ഇവർ പാക്ക് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന അന്ന് തന്നെ ഇവർ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ അഡ്രസ്സൊക്കെ ഇങ്ങനെ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതിയിട്ടുണ്ട്, അങ്ങനെ എഴുതി അയച്ചിട്ടുണ്ട്. പിന്നെ അത് ബാർക്കോഡും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ നോർമൽ ഒരു പാർക്കിംഗ് എന്ന് പറയുന്നത്, സോറി, പാക്കിംഗ് ആണ് വന്നിട്ടുള്ളത്. ആര്യ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് അവർ സ്ക്രീനിൽ കുറച്ച് നമ്പർ കൊടുക്കുമല്ലോ, ആ നമ്പർ അനുസരിച്ച് നമ്മൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്യേണ്ടത്, വാട്സപ്പ് ചെയ്യുക. അപ്പോൾ മിക്കവാറും സാധനം ഞാൻ ചെയ്യണം എനിക്കിഷ്ടപ്പെടുന്ന, എനിക്കൊരു പേസ്റ്റൽ ഷെയ്ഡ്സൊക്കെയാണ് എൻ്റെ ഒരു സ്കിൻ ടോണിന് ബെറ്റർ എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് ബെറ്റർ അല്ലാത്തതൊക്കെ അവിടെ അവൈലബിളും ബാക്കിയൊന്നും നല്ല കുറച്ച് നമുക്ക് ഇഷ്ടമാവുന്ന കുറച്ച്, പ്രത്യേകിച്ച് എനിക്ക് യെല്ലോ ഭയങ്കര എൻ്റെ ഫേവറേറ്റാണ്. അതൊന്നും അവിടെ എപ്പോഴും ഉണ്ടാവാറില്ല. യെല്ലോ ഒക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് എന്ന് അവർ ചോദിക്കുമ്പോൾ പറയാം കേട്ടോ. അങ്ങനെ ഞാൻ യെല്ലോ ആണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരൊരു ബില്ല് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവരുടെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അവർ 499 ആണ് നമ്മളെ അടുത്ത് പറയുന്നത്. ഷിപ്പിംഗ് ചാർജ് ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷേ അവരുടെ ടാക്സ് 24.96ഉം പിന്നെ എന്താ QTY എന്ന് പറയുന്നത് എന്താ, ക്വാളിറ്റി ആണോ, അങ്ങനെ എന്തോ ഒരു സാധനം കേട്ടോ. അതെനിക്ക് അറിയില്ല, സോറി. അപ്പോൾ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഞാൻ തെറ്റിക്കുന്നില്ല. അപ്പോൾ അത് 1 രൂപ എടുത്തിട്ട് ടോട്ടൽ പ്രൈസ് വരുമ്പോൾ പിന്നെ CGST എന്ന് പറയുന്നത് 12.48, SGST 12.48. അങ്ങനെ ടോട്ടൽ ബില്ല് അവർക്ക് 523.9. അപ്പോൾ ഒന്നും കൂടെ പറയാം, 523.9. അങ്ങനെ അതാണ് റേറ്റ് കേട്ടോ. ഷിഫോൺ ടൈപ്പ്, ഇപ്പം ഞാനിപ്പോൾ വെയർ ചെയ്തിട്ടുള്ള ഈ ടൈപ്പ് തന്നെയാണ്. ഈ ടൈപ്പ് ക്ലോത്ത് ആണ് കേട്ടോ, അത് ഷിഫോൺ അല്ലേ. പിന്നെ അവരുടെ പോളിസിയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇത് ഹാൻഡിൽ ചെയ്യുന്ന ആ കുട്ടിയുടെ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവരുടെ പോളിസീസ് പറയുന്നത് നോ ക്യാഷ് റിട്ടേൺ, അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്റ്റിച്ച് പിന്നെ അവർ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുള്ള ആൾക്കാരുടെ പേര്
ടോപ്പ് റിട്ടേൺ വിത്തിൻ 3 days കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും റിട്ടേൺ ചെയ്യാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണോ അറിയില്ല, ഞാനത് അവിടെ ഒരു മൂലയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. കുറച്ച് ദിവസമായി വന്നിട്ടുള്ളത്. 21-ാം തീയതിയാണ് അവർ ഇതാക്കിയിട്ടുള്ളത്. ഞാൻ ക്യാഷ് പേ ചെയ്തത് 21-നും, അവർ 26-ന് 22-ാം തീയതി എനിക്കിത് ഇതാക്കി ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് ഒരു 5 daysനുള്ളിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഭയങ്കര സ്പീഡിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ എല്ലാ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ പറയണമല്ലോ അല്ലേ. വീഡിയോ ഭയങ്കര ലോങ് ആവും തോന്നുന്നു എല്ലാം പറഞ്ഞു വരുമ്പോഴേക്കും. ഇതാണ് വേറെ ഒന്നും ഇതിനെ പറ്റിയിട്ട് എനിക്ക് പറയാനില്ല. ബില്ലിനെ പറ്റിയിട്ട് കേട്ടോ. പിന്നെ നോർമൽ ഒരു ഇതിനകത്ത് ഇത്രയും മാത്രമേ ഉള്ളൂ, വേറെ ഒരു സംഭവങ്ങളും ഇല്ല കേട്ടോ. അതായത് ഈ ഒരു കവർ മാത്രമാണ് നമുക്കുള്ളത്, പ്രത്യേകിച്ച് വേറെ ഒരു കവറില്ല. ഇതാണ് അപ്പോൾ ടോപ്പ് എങ്ങനെ ഉണ്ട് എന്നെല്ലാവരും പറയണേ. ഇവർക്ക് മീഡിയം ഇല്ല, എൻ്റെ സൈസ് സ്മോൾ ആണ്. എനിക്ക് സ്മോൾ സൈസാണ് ഞാൻ ഇടാറുള്ളത്. ഇതൊക്കെ സ്മോൾ സൈസിൻ്റെ ടോപ്പുകളാണ്. എന്നെ കാണുമ്പോൾ ഭയങ്കര വലുതായിട്ട് തോന്നുമെങ്കിലും ഞാൻ സ്മോൾ സൈസാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ലാർജാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് വെട്ടി ചെറുതാക്കി അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യാൻ വേണ്ടി വരും. പക്ഷേ ഇവരുടെ ഹാൻഡ് വർക്കും കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലേ. ഇങ്ങനെ ഈ വർക്കൊക്കെ നല്ല വർക്കാണ് കേട്ടോ. ചിലപ്പം നമ്മളെല്ലാവരും പെട്ടെന്ന് ഈ 499 കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തെങ്കിലും ഒരു ക്വാളിറ്റി കുറവുണ്ടാവുമെന്ന്. പക്ഷെ ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് പൊതുവെ ഇഷ്ടമാണ് ഷിഫോൺ ഇടുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്ലിം ആയിട്ടൊക്കെ തോന്നുമല്ലോ. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഇഷ്ടമാണ് ഇങ്ങനത്തെ ക്ലോത്ത് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇവരുടെ 2ാമത്തെ ടോപ്പാണ് പർച്ചേസ് ചെയ്തത്. പിന്നെ ഇതിനൊരു പ്രത്യേകിച്ച് നമ്മൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, മെഷീനിൽ കൊടുക്കുന്ന എണ്ണയുടെ സ്മെല്ല് ഭയങ്കരമായിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഒരുമിച്ച് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ആ സാധനമാണ് നന്നായിട്ട് അടിക്കുന്നത് കേട്ടോ. ഞാൻ യെല്ലോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ഒരു ടോപ്പായിരുന്നു യെല്ലോ. ഞാനിത് ഇട്ടിട്ടൊന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഇട്ടിട്ടുള്ള ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് പറയണേ. ഇത് ഇങ്ങനെ ഫ്രണ്ടിൽ ഒരുമാതിരി പൂരത്തിന് കാളനെ കൊണ്ടുപോകുന്ന പോലെ ഉണ്ടോ ദൈവമേ. ഇതിനി ഒരുപാട് എന്ന് പറഞ്ഞാൽ ഇത്രയും പിടിക്കാനുണ്ട്. അപ്പോൾ ഷേപ്പ് മാത്രമല്ല ബാക്കിലൊരു സ്റ്റിച്ചൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആവുള്ളൂ. എന്നിട്ട് ഞാൻ നല്ല തടി തോന്നുന്നുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഒന്നും സ്ലിറ്റ് ഇല്ലല്ലോ. കൂടുതൽ അവരിങ്ങനത്തെ സ്ലിറ്റ്സ് ഇല്ലാത്ത ടോപ്പുകളാണ്. നമ്മൾ സ്ലിറ്റ്സ് വരുന്ന ടോപ്പിന് 399 രൂപയാണ് കാണാറുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 400 സംതിങ് ആവുമായിരിക്കും. ഇങ്ങനെയാണ് കേട്ടോ ടോപ്പ് വരുന്നത്. ഇതെന്നാലും ബാക്കിലൊക്കെ ഒന്ന് പിടിച്ച് ഷേപ്പ് ചെയ്യുമ്പോൾ കറക്റ്റ് ആവുമായിരിക്കും. കളർ രസമുണ്ട് അല്ലേ, എനിക്ക് ഇട്ടിട്ടും കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കൊക്കെ എന്താ തോന്നുന്നതെന്നുള്ളതൊന്ന് പറയണേ. ഇതാണ് നമുക്ക് ഫുൾ ഒരു ലുക്ക് കേട്ടോ. ഇതാണ് കേട്ടോ ലുക്ക്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ള 2 ടോപ്പും നല്ല ക്വാളിറ്റിയിൽ എനിക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ആകെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു മെറ്റീരിയൽ, അതായത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു സ്മെല്ലില്ലേ, അതെനിക്ക് അത്ര ഓക്കെ അല്ല. ഒന്നാമത് എനിക്ക് കുറച്ച് സെൻസിറ്റിവിൻ്റെ ഒരു പ്രോബ്ലം, സ്മെല്ലിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉള്ളത് കാരണം അതെനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. ഇപ്പോൾ ഇടുമ്പോൾ തന്നെ ഇങ്ങനെ ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എന്നോട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കറക്റ്റ് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അവർ പറഞ്ഞ പേയ്മെൻറ്റ് 500 സംതിങ് പേയ്മെൻറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓക്കെ ആയിരുന്നു കേട്ടോ, മൊത്തത്തിൽ എനിക്ക് ഓക്കെ ആയിരുന്നു. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒലീവിയയുടെ ഒരുപാട് നെഗറ്റീവ്സ് കേൾക്കാന്നുണ്ടെങ്കിലും എൻ്റെ ചെറിയൊരു പോസിറ്റീവും എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള, അതായത് എൻ്റെ ഭാഗത്തു നിന്നല്ല എനിക്കുണ്ടായിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവും ആണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും കൂടെ ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യാം, എന്ന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹലോ, അപ്പോൾ ഇതാണ് എൻ്റെ 2ാമത്തെ കുർത്തി. അതായത് ഞാൻ ആദ്യം ഓർഡർ ചെയ്തിട്ടുള്ള കുർത്തി ഇതാണ് കേട്ടോ. കുർത്തി എന്നല്ല, അതിന് ശരിക്കും A-line ടോപ്പാണ് കേട്ടോ. അപ്പോൾ 2 ടോപ്പാണെങ്കിലും A-line ആണ്. അപ്പോൾ അതൊന്ന് മെൻഷൻ ചെയ്തതാണ് നേരത്തെ വീഡിയോയിൽ. ഞാനത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അത് ഓൺ വോയിസ് ആയിരുന്നു. ഇത് ഞാനൊന്ന് ജസ്റ്റ് ഡബ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെയാണ്. ഇതിപ്പോൾ ഓൾറെഡി ഞാനൊന്നും പറയുന്നുണ്ടായിരുന്നില്ല, ആദ്യം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇത് ഒരു പർപ്പിൾ എന്നല്ലേ പറയുക, പർപ്പിൾ ഷെയ്ഡായിരുന്നു എനിക്ക് അത് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് വന്നപ്പോൾ അത് വയലറ്റിൻ്റെ വേറൊരു ഇതായി. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഷെയ്ഡിൽ നിന്ന് കുറച്ച് മാറ്റം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവർ യൂസ് ചെയ്യുന്ന ഫോണും എൻ്റെ ഫോണും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ചില വീഡിയോ നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെയാണ് എൻ്റെ ഫോണിൽ ഈ കാണുന്ന ഇതേ സെയിം ആണ്. എനിക്ക് തോന്നുന്നു അവർ ഷൂട്ട് ചെയ്യുന്ന ഐഫോണിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഷെയ്ഡ് മാറി കാണിക്കാറുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ഇതാട്ടോ.
അപ്പോൾ ഞാനത് ജസ്റ്റ് ഫോട്ടോ ഇതിൽ വെക്കാം. ഞാൻ പേർപ്പിൾ കളർ ആയതുകൊണ്ടാണ് ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഫോട്ടോ കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ 15-ാം തീയതി വന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ 15-ാം തീയതി തന്നെ നോക്കിയപ്പോൾ ഈ കളർ മാത്രമേ അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ അത് എടുത്തിട്ടുള്ളതാണ്. എനിക്ക് ഞാനൊരു ഡസ്കി സ്കിൻ ടോൺ ആയത് കാരണം എനിക്ക് അത്ര അങ്ങോട്ട് ഓക്കെ അല്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ എന്തായാലും വാങ്ങിയില്ലെന്ന് വിചാരിച്ച് ഞാൻ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതും ലാർജ് സൈസാണ് ഉണ്ടായിരുന്നത്. അവർക്ക് മീഡിയം സൈസ് അല്ലെങ്കിൽ സ്മോൾ സൈസ് ഇല്ല. ഉള്ളത് മീഡിയം സൈസ് ഉണ്ടെങ്കിൽ തന്നെ അവിടെ അവൈലബിൾ ആവാറില്ല. അങ്ങനെയാണ് ഞാനിത് ഫൈനലി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി സപ്പോർട്ട് ചെയ്യാൻ ഞാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ.